ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ വളരെ ദയനീയമായ പ്രകടനമാണ് റയൽ മാഡ്രിഡ് നടത്തിയിട്ടുള്ളത്. രണ്ട് പാദങ്ങളിലും റയൽ പരാജയപ്പെട്ടു. ആകെ 1-5 ഗോളുകൾക്കാണ് ആഴ്സണൽ അവരെ തോൽപ്പിച്ചിട്ടുള്ളത്. ഈ പ്രകടനത്തിന്റെ കാര്യത്തിൽ റയൽ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ വലിയ നിരാശയുണ്ട്. ഇപ്പോഴിതാ റയലിന്റെ ഗോൾ കീപ്പറായ തിബൌട്ട് കോർട്ടുവ സ്വന്തം ടീമിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രധാനമായും രണ്ട് ആരോപണങ്ങളാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത്. ഒരു ടീമായി കളിക്കാൻ റയൽ തയ്യാറായില്ല, മറിച്ച് ഓരോരുത്തരും ഒറ്റയ്ക്ക് കളിച്ചു അല്ലെങ്കിൽ വ്യക്തിഗതമായി കൊണ്ട് കളിച്ചു എന്നൊക്കെയാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ കൂടുതൽ ക്രോസുകൾ നൽകുന്നതിന് പകരം കൂടുതൽ ഫുട്ബോൾ കളിക്കാൻ തങ്ങൾ ശ്രമിക്കണമായിരുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ റയലിന്റെ ഗോൾ കീപ്പർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വ്യക്തിഗതമായി കളിക്കുകയല്ല വേണ്ടത്, ഒരു ടീമായി കളിക്കുകയാണ് ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. നമ്മളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ഒരുപാട് ക്രോസുകൾ നൽകുന്നതിന് പകരം കുറച്ചൊക്കെ ഫുട്ബോൾ കളിക്കാൻ ഞങ്ങൾ പഠിക്കണം. ക്രോസുകൾ കൺവേർട്ട് ചെയ്യാൻ ഇന്ന് ഉയരമുള്ള ഹൊസേലു നമ്മളോടൊപ്പം ഇല്ല. ഞങ്ങളെക്കാൾ മികച്ചവർ ആഴ്സണൽ ആയിരുന്നു, അതുകൊണ്ടാണ് അവർ വിജയിച്ചത്. ഈ സത്യം ഞങ്ങൾ അംഗീകരിക്കണം. നമ്മൾ ഒരു ടീമാണ്, പക്ഷെ പലപ്പോഴും പലരും ഒറ്റയ്ക്ക് കളിക്കുന്നതായി അനുഭവപ്പെടുന്നു. ഇതാണ് കോർട്ടുവ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ടീമിലെ ചില താരങ്ങൾ സെൽഫിഷായി കൊണ്ട് കളിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഏതായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമായ മാറ്റങ്ങൾ ഇപ്പോൾ അനിവാര്യമാണ്. അവരുടെ ക്ലബിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തോൽവികളിൽ ഒന്നാണ് ഇപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.